ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സം ഹിസ്റ്ററിയുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 അഞ്ചാമത്തെ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് അഥവാ അഞ്ചാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സോ ഇംഗ്ലീഷിലുള്ള പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അഞ്ചാമത്തെ ബ്ലോക്കിൽ അഞ്ചാമത്തെ യൂണിറ്റ് ലാസ്റ്റ് യൂണിറ്റിൻ്റെ പേര് കൾച്ചറൽ പ്രാക്ടീസസ് ആണ്, സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അതിൽ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രധാന സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നുള്ളത് തന്നെയാണ് വരുന്നത്. അതിലാദ്യം വരുന്നത് മാമാങ്കത്തെക്കുറിച്ചാണ്. മാമാങ്കത്തെക്കുറിച്ചൊരു വിശദീകരണം നമുക്ക് കൊടുക്കാം. അതിൽ രണ്ട് രീതിയിലാണ് ചോദിക്കാം. ഒന്ന് മാമാങ്കത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ മാമാങ്കം ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വള്ളുവനാടൻ പ്രമാണിയും കോഴിക്കോട് സാമൂതിരിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് ചോദിക്കാം കേട്ടോ. നോക്കാം നമുക്ക്. മാമാങ്കം എന്ന് പറയുന്നത് ഒരു വലിയ ഉത്സവമായിട്ടാണ് അന്ന് കൊണ്ടാടിയിരുന്നത്. ഒരു 12 വർഷത്തിലൊരിക്കൽ ആണ് 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടത്തിയിരുന്നത്. 18 നാടുകളിലെയും പ്രതിനിധികൾ മാത്രം തൃക്കാക്കര പുറത്ത് ഒത്തുചേരുന്ന ചടങ്ങാണ് ഈ മാമാങ്കം എന്ന് പറയുന്നത്. ഇന്ന് പാലക്കാട് ജില്ലയിലെ തിരുനാവായയിലാണ് ഇത് നടന്നിരുന്നത്. അതായത് ഇന്ന് തിരുനാവായ ഉള്ളത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അവിടെയാണ് ഇന്ന് നടന്നിരുന്നത് മാമാങ്കം നടന്നിരുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിലെ ഭഗവതി ക്ഷേത്രം, ശ്രീരാമക്ഷേത്രം, ശിവക്ഷേത്രം എന്നിവയെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ മതപരമായ പ്രാധാന്യമുള്ള ഒരു ആഘോഷമായിരുന്നു ഇത് മാമാങ്കം. അതുപോലെ തന്നെ മാമാങ്കം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ ഒരു ഉത്സവം കൂടിയാണ്. കേരളത്തിലെ വിവിധ നാടുകളിൽ നിന്നുള്ള ചേരികളും നാടുവാഴികളും പങ്കെടുക്കുന്നത് കൊണ്ട് ഈ ഉത്സവം സാമൂഹികമായും സാംസ്കാരികവുമായും വലിയ പ്രാധാന്യമുള്ള ഒരു ഉത്സവമായിരുന്നു. കളരിപ്പയറ്റ്, സാഹിത്യമേളകൾ, വാദവിവാദങ്ങൾ തുടങ്ങിയവ മാമാങ്കത്തിൽ അവതരിപ്പിച്ചിരുന്നു. ആരംഭത്തിൽ മാമാങ്കത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് വള്ളുവനാടൻ പ്രമാണിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ജഗപതി എന്ന ഒരു അംഗീകാരത്തോടു കൂടി പ്രധാന നേതൃത്വം വഹിച്ചിരുന്ന ചരിത്ര സാക്ഷ്യങ്ങളിൽ കാണുന്നുണ്ട്. തുടർന്ന് മാമാങ്കത്തിൻ്റെ മേൽനോട്ടം ആരുടെ കൈകളിലായി? സാമൂതിരിയുടെ കൈകളിലായി. ഇതിന് കാരണമുണ്ട്. എന്താണ്? സാമൂതിരി പിന്നീട് ശക്തനായപ്പോൾ അദ്ദേഹം തിരുനാവായയുടെ അധികാരം അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ തിരുനാവായയുടെ അധികാരം സാമൂതിരിക്കായപ്പോൾ മാമാങ്കത്തിൻ്റെ മേൽനോട്ടവും ആരുടെ കൈകളിലായി? സാമൂതിരിയുടെ കൈകളിലേക്ക് വന്നു. അതോടുകൂടിയിട്ട് എന്തായി? വള്ളുവനാടൻ പ്രമാണി അധികാരം നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? അദ്ദേഹം അവകാശം നിലനിർത്താനുള്ള ശ്രമം നടത്തി. അത് രേഖകളിലും കാണുന്നുണ്ട് കേട്ടോ. ഓരോ മാമാങ്കത്തിലും വള്ളുവനാടൻ പ്രമാണിയുടെ ചാവേറുകൾ സാമൂതിരിയെ ചവിട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. എങ്ങനെ? അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി. ഇതൊരു അതിഗംഭീരമായ രാഷ്ട്രീയമായ പ്രതികാര സംസ്കാരമായിട്ട് വളർന്നു, അല്ലെങ്കിൽ അങ്ങനെ മാറി. അങ്ങനെ വള്ളുവനാടൻ പ്രമാണിയും സാമൂതിരിയും തമ്മിലുള്ള ഈ എതിർപ്പ് അധികാരത്തിന് വേണ്ടിയുള്ള സാമൂഹിക രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു പ്രാതിനിധ്യമായി മാറി. ഇതിലൂടെ പ്രാദേശിക ഭരണകൂടങ്ങളിടയ്ക്കുള്ള പ്രശ്നങ്ങളും സംവേദങ്ങളുമാണ് നമ്മൾ ഇതിലൂടെ മാമാങ്കത്തിലൂടെ പ്രതിഫലിക്കുന്നത്. അതാണ് മാമാങ്കത്തെക്കുറിച്ച് രണ്ട് രീതിയിൽ നമുക്കതിന് ചോദ്യം വരാം കേട്ടോ. ഇനി രേവതി പട്ടത്താനത്തെക്കുറിച്ചാണ്. ഭട്ട എന്നുള്ള സ്ഥാനം എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. കേരളത്തിലൊരു പ്രാചീന സാഹിത്യ വിദ്യാസംബന്ധിയായ, അതായത് വിദ്യാഭ്യാസപരമായ ആചാരമായിരുന്നു ഇത് രേവതി പട്ടത്താനം. ഇത് ശാസ്ത്രവും വേദങ്ങളും പഠിച്ച പണ്ഡിതന്മാർക്ക് ഭട്ട എന്ന പദവി നൽകുന്നതിനുള്ള ഒരു ചടങ്ങായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അവർ ഈ ഭട്ട പദവി നൽകാൻ വേണ്ടിയിട്ട് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു, അവരെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഔദ്യോഗികമായൊരു പദവി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു അടയാളമാണ് ഈ ഭട്ട എന്ന പദവി. തൃശ്ശൂരിലെ തളിപ്പറമ്പ് ശ്രീവിദ്യാ രാജാതിരാജ ക്ഷേത്രത്തിലാണ് പ്രധാനമായിട്ട് ഈ ചടങ്ങ് നടപ്പിലാക്കപ്പെട്ടത്. ഇത് മകരമാസത്തിലെ രേവതി ദിനത്തിലാണ് നടത്തിയിരുന്നത് എന്നതുകൊണ്ടാണ് അതെന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? രേവതി പട്ടത്താനം എന്ന് അറിയപ്പെട്ടത്. പണ്ഡിതന്മാരെന്ത് ചെയ്യും? അതിയായ വൈദിക വിദ്യയിലും സംസ്കൃത ഭാഷാ പരിജ്ഞാനത്തിലുമൊക്കെ നല്ല പ്രാവീണ്യമുള്ള ആളുകൾ അവരൊരു അഭിമുഖ പരീക്ഷകൾക്ക് വിധേയമാകും. ആ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പ്രശസ്തരായ പണ്ഡിതന്മാരുമായിട്ട് അവർ വാദപ്രതിവാദങ്ങൾ നടത്തണം. അതായത് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കണം. അതിൽ നിരവധി ചോദ്യങ്ങൾ അവർ ചോദിക്കും. അതിനൊക്കെ തക്കതായ ഉത്തരം നൽകുന്ന ആളുകൾക്ക് അതിൽ യോഗ്യത തെളിയിച്ചു കഴിഞ്ഞാൽ ഭട്ട എന്ന ബഹുമാന പദവിയോടെ അവർക്ക് നൽകും. ആ ഭട്ട എന്ന പദവി ലഭിക്കാൻ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, വ്യാകരണശാസ്ത്രം, മീമാംസ, തർക്കശാസ്ത്രം, ധർമ്മശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അവർക്ക് എന്ത് വേണം?
സാരസംബന്ധമായ ജ്ഞാനം വേണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരിക സത്തയെക്കുറിച്ച് പോലും പഠിച്ചിട്ട് വേണം എന്തിന് വരാൻ, ഈ ഭട്ടാപദവിക്ക് വേണ്ടിയുള്ള മത്സര പരീക്ഷയിൽ പങ്കെടുക്കാൻ. കൂടാതെ പണ്ഡിതന്മാരെ നിരവധി വിവാദങ്ങൾക്ക് വിധേയരാവുകയും ചെയ്യണം. അതിലെല്ലാം വിജയിച്ച് കാണിച്ചു കൊടുത്താലേ ഏത് പദവി കിട്ടുകയുള്ളൂ, ഭട്ട എന്ന പദവി നേടാതെ. അപ്പോൾ ഈ ഭട്ട പദവി നേടിയാൽ എന്താ, ഈ ഭട്ട പദവിയോടൊപ്പം ചില ആചാരപ്രകാരമുള്ള കിരീടവും പ്രസ്താവനയും ഒക്കെ നൽകി. നമ്മളിന്ന് നോബൽ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ പീസ് പ്രൈസുകൾ കൊടുക്കില്ല, അതേപോലെയൊക്കെയുള്ള ഇതെന്താണ് പാണ്ഡിത്യത്തിനുള്ളൊരു സമ്മാനം. അപ്പോൾ ഭട്ട പദവി നൽകി, പ്രസ്താവന നൽകി അവരെ ഔദ്യോഗികമായിട്ട് ഭട്ടൻ ആയിട്ടാണ് പ്രഖ്യാപിക്കുക. അപ്പോൾ ഭട്ട പദവി കിട്ടിയ ആളുകൾ ആരാണ്? ഭട്ടന്മാരാണ് കേട്ടോ. അപ്പോൾ ഭട്ട പദവിയിലുള്ളവർക്ക് സാമൂഹികമായിട്ട് ഉയർന്ന സ്ഥാനം ലഭിച്ചിരുന്നു. ദേശീയ തലത്തിൽ തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു? അംഗീകാരം ലഭിച്ചിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ തയ്യാറാകുന്നത്. കേരളത്തിലെ വൈദിക വിദ്യാഭ്യാസത്തെ ഉന്നതമായിട്ട് നിലനിർത്തുന്നതിൽ വലിയ പങ്കുള്ള ഒരു എന്താ പറയുക, ഒരു വേദിയായിരുന്നു ഏത് രേവതി പട്ടത്താനം എന്ന് പറയുന്നത്. അത് ഈ മധ്യകാലഘട്ടത്തിലൊക്കെ കളരിയും കളരിപ്പയറ്റിനെയും സംബന്ധിച്ചാണ്. കളരി എന്ന് പറയുന്നത് എന്താണ്? വിശേഷമായിട്ട് യുവാക്കളെ ആന്തരികവും ബാഹ്യവുമായ ശാക്തീകരണത്തിലേക്ക്, അതായത് അവരെ ശക്തിപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്ന ഒരു പരിശീലന കേന്ദ്രമാണ്. കുട്ടികളെ 7-ാം വയസ്സ് മുതൽ കളരിയിലേക്ക് പ്രവേശിപ്പിക്കാറുണ്ട്. അങ്ങനെ കളരി പരിശീലനം നൽകിയതും നിയന്ത്രിച്ചതും ആരാണ്? ഗുരുക്കന്മാരാണ്. ഗുരുക്കൻ എന്നാണ് കളരി പരിശീലനം കൊടുക്കുന്ന ആളെ ഗുരുക്കൾ എന്നാണ് വിളിക്കുക കേട്ടോ. അവർക്ക് സമൂഹത്തിൽ വലിയ മാന്യത ഉണ്ടായിരുന്നു. ആർക്ക്? ഗുരുക്കന്മാർ. ചുവടായിട്ട് പടിയേറുന്ന ശാരീരിക പരിശീലനത്തിൻ്റെ അടിസ്ഥാനമായ പദങ്ങളാണെന്ത്? കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കളരി എന്ന് പറയുന്നത് അതിൻ്റെ പരിശീലന കേന്ദ്രം, കളരിപ്പയറ്റ് എന്ന് പറയുന്നത് അവരവിടെ അഭ്യസിക്കുന്ന വിദ്യയ്ക്ക് പറയുന്ന പേരാണ് കളരിപ്പയറ്റ്. വാൾപ്പയറ്റ്, വടിപ്പയറ്റ്, ഉറുമിപ്പയറ്റ് തുടങ്ങിയ ആയുധങ്ങളുമായി നടത്തുന്ന വ്യത്യസ്ത കളരിപ്പയറ്റ് രീതികളാണ് നിലവിലുള്ളത്. ശത്രുവിൻ്റെ മർമ്മബിന്ദു അളക്കുന്നതിനും ചികിത്സയ്ക്കും ഏത് രീതി ഉപയോഗിക്കുന്നുണ്ട്? കളരിപ്പയറ്റ് രീതി ഉപയോഗിച്ചിരുന്നു. ആയുർവേദത്തോടും യോഗയോടും ഒക്കെ ബന്ധിപ്പിച്ച ശാരീരിക സാധ്യതകളെ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അഭ്യാസമാണ് ഇത് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. പല നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സൈനിക ശക്തിക്ക് അടിസ്ഥാനവും എന്തുതന്നെയായിരുന്നു? കളരിപ്പയറ്റായിരുന്നു. സൈനികരെ കളരിയിലൂടെയാണ് സജ്ജമാക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ മാമാങ്കത്തിൻ്റെ ഏറ്റുമുട്ടം പറഞ്ഞില്ലേ, അപ്പോൾ മാമാങ്കം പോലെയുള്ള രാഷ്ട്രീയ കലാപങ്ങൾക്കുള്ള വീരന്മാരെ ഒരുക്കിയിരുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? കളരിപ്പയറ്റിലൂടെയായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് പോലും കളരിപ്പയറ്റ് ആത്മസംരക്ഷണത്തിന് ആവുന്ന ഒന്നാണ്. തെയ്യങ്ങൾ, കാവടിയാട്ടം, ആട്ടക്കളി തുടങ്ങിയ നാടോടി കലാരൂപങ്ങൾ കളരിപ്പയറ്റിൻ്റെ സ്വാധീനത്തിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. കഥകളിയിലും അതുപോലെ കൂത്തിലുമൊക്കെ ഉപയോഗിച്ചിരുന്ന ചുവടുകെട്ടുകളും നിലകളും ഒക്കെ കളരിപ്പയറ്റിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അങ്ങനെ കളരിപ്പയറ്റ് വെറുമൊരു ശാരീരിക പരിശീലനം മാത്രമല്ല അങ്ങനെ നോക്കുമ്പോൾ, പിന്നെ എന്തുകൂടിയാണ്? ഒരു വിധത്തിലുള്ള, അതായത് ശാരീരിക അഭ്യാസം മാത്രമല്ല, ഒരു വിധത്തിലുള്ള ആത്മവികസന പാഠശാല കൂടിയായിരുന്നു ഏത്? ഈ കളരിപ്പയറ്റ് എന്ന് പറയും. അപ്പോൾ മാമാങ്കം, രേവതി പട്ടത്താനം, കളരിപ്പയറ്റ്, ഇതാണ് 5-ാമത്തെ യൂണിറ്റിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അതിന് മാമാങ്കത്തിൽ എന്തുകൂടി വരണം? 2 വള്ളുവനാടൻ പ്രമാണിയും സാമൂതിരിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ കഥ കൂടി പറഞ്ഞു വെക്കണം 5 മാർക്കിനാണെങ്കിൽ കേട്ടോ. ഓക്കെ, താങ്ക്സ്.